വാതിൽ തുറന്നിട്ടേക്കല്ലേ, അവനെ തുറന്നിടരുത്. ചിലപ്പോ വല്ല കള്ളന്മാരും കയറി ഒളിച്ചിരിക്കും, പറയാൻ പറ്റില്ല. ശരിയാ, ചേച്ചി വരുന്നൊരു ഇതില് ഞാൻ തുറന്നിട്ടാ. പിന്നെ നിങ്ങൾ ക്ഷീണിച്ചു വരുമ്പോ അവിടെ കുറച്ചു നേരം നിൽക്കേണ്ടി വരുമല്ലോ ബെല്ലടിച്ച്. അല്ല, ബില്ലി എൽസൊക്കെ എവിടെ ചേച്ചി? അവരൊക്കെ അവിടെ കളിക്കുന്നുണ്ടടി. ആ, വന്നിട്ട് കുറെ നേരമായില്ലേ. ഞാനേ ചായ ഒക്കെ എടുക്കട്ടോ. ഒയ്യോ, ചായ ഒന്നും വേണ്ട, പച്ച വെള്ളം മതി ഞങ്ങൾക്ക്. ഇമ്മാതിരി ചൂടത്ത് ചായ കുടിച്ചാൽ നല്ല കോളുണ്ടാവും. അത് പറഞ്ഞാൽ പറ്റില്ല, എന്താ കലക്കിയല്ലെങ്കിലും കുടിക്കണം കേട്ടോ ചേച്ചി. അയ്യോ, കലക്കിയ വെള്ളം തീരെ കുടിക്കാൻ പറ്റിയതില്ല. കാരണം കലക്കിയ വെള്ളത്തിന് നന്നായി ദാഹിപ്പുണ്ടാവും. ഹലോ, അയ്യോ ഞാനങ്ങ് പേടിച്ചു പോയി. എന്ത് ജ്യൂസ് പറയാതെ കയറി വന്ന് ഞാനങ്ങ് വല്ലാതെ പേടിച്ചു പോയി. ഞാനൊരു കാര്യം പറയാൻ വന്നതാണോ, എന്നാലും മാത്രം പേടിപ്പിക്കൽ. അതല്ലേ, എന്നാ കാര്യം എന്താന്ന് വെച്ചാ പറ. അതുണ്ടല്ലോ, ഇവര് വന്നിട്ട് കുറേ ദിവസമായില്ലേ, അപ്പൊ നമുക്കൊന്ന് ബീച്ചിലോട്ടൊക്കെ പോയാലോ? സത്യാണോ ജോസ്? സത്യാടി. മക്കളോടും കൂടെ എന്നാ പറഞ്ഞേരും കേട്ടോ. ശരി, അവരോടും കൂടെ പറയാം. വേണ്ട ചേച്ചി, അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. അത് വിചാരിച്ച് അവരെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ല ചേച്ചി, സ്കൂളൊക്കെ തുറക്കാണെന്ന് പറഞ്ഞ് അവരോട് എന്താപ്പോ സ്കൂളിലെ ടീച്ചർമാര് മീറ്റിങ്ങിന് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ കേൾക്കുണ്ടായാലോ. അത് നല്ല ഐഡിയ ആണ്, പക്ഷെ അവര് സ്കൂളെന്ന് പറയുമ്പോ വരുമോന്ന് സംശയമുണ്ട്. അതൊക്കെ അവര് വന്നോതും ചേച്ചി. എന്നാ അവരോട് പറയാം. പറയാം. ലച്ചു, നന്ദു, ഇവിടെ വാ. ബില്ലി, എൽസ, ഇങ്ങോട്ട് വന്നേ രണ്ടും. അമ്മയുടെ ലച്ചു സത്യമല്ലോ, ബാക്കിയുള്ളവരൊക്കെ എവിടെ? അവര് വരുന്നുണ്ടമ്മേ. ഒറ്റ പറഞ്ഞാൽ കേൾക്കത്തില്ല. മമ്മിയുടെ ലച്ചുമോള് പെട്ടെന്ന് വന്നല്ലോ വിളിച്ചപ്പോഴത്തേക്ക്. ലച്ചുമോള് നല്ല കുട്ടിയാ. നല്ല കുട്ടിയാട്ടാ. അമ്മയുടെ സോഫയിൽ നിന്ന് തുള്ളിച്ചാടല്ലേ എൽസ? അപ്പൊ ലച്ചൊക്കെ തുള്ളിച്ചാടുന്നുണ്ടല്ലോ. അത് അവരുടെ വീടല്ലേ, അതുകൊണ്ടല്ലേ? അല്ല, ഇതെല്ലാരും വീടാ. ഈ പിള്ളേരുടെ ഒരു കാര്യേ. ആ നന്ദു പിന്നെ ബില്ലിയൊന്നും വന്നിട്ടില്ലല്ലോ. ശരിയാക്കി കൊടുക്കുന്നുണ്ട് രണ്ടിനെ. അമ്മേ, അമ്മ വിളിച്ചായിരുന്നോ? അതെന്നെ, അമ്മ വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നോന്നല്ലേ, എന്താണോ എത്ര നേരമായി വിളിക്കുന്നറിയോ? അതെയല്ലേ, പറഞ്ഞേ കേൾക്കത്തില്ല ഒറ്റരാണോ? അല്ല മനുഷ്യ, നിങ്ങളിപ്പോ എവിടുന്ന കയറി വന്നേ? എന്റെ ഫ്രണ്ട് വിളിക്കുന്നുണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് പോയതാ. എല്ലാവർക്കും സ്കൂളല്ലേ, സ്കൂൾക്ക്? ഞാൻ പോവൂല. ഞാനില്ല, ഞാനിവിടെ ഇരിക്കും. ലച്ചു, സ്കൂളിൽ നിന്ന് പറഞ്ഞാ നീ വരില്ലല്ലേ? മര്യാദയ്ക്ക് വന്നോ. ഇപ്പൊ സന്തോഷായി എല്ലാവർക്കും? ഒത്തിരി സന്തോഷായി. അച്ഛൻ എവിടെ പോയി? നിങ്ങൾ അവിടെ തപ്പ, ഞങ്ങൾ ഇവിടെ തപ്പാം. ഇവിടെ എങ്ങുമില്ല മമ്മി. അല്ല, എൽസ എവിടെ പോയി? അതാ മാമി, അവിടെ എൽസ. ഇവിടെ വാടി. ഒരാൾക്കാണ് കാണാൻ നിൽക്കുമ്പോഴാ അവിടെ പോയി നിൽക്കുന്നു. ഞാൻ വരൂല. നേരമായി നമ്മൾ നോക്കുന്നു, ഇതുവരെ കിട്ടിയില്ലല്ലോ. ശരിയാ. മാമി, മാമനെ കിട്ടിയോ? മാമീനോടാ ചോദിച്ചു മാമനെ കിട്ടിയോന്ന്. അയ്യോ, എന്നാർക്കും ഇഷ്ടല്ലേ. ഇവിടെ ഒരാൾ തന്നെ കാണാതിരിക്കുക. ഇനി അവനും കൂടി പോയാൽ ചിലപ്പോ വേറെ എന്തെങ്കിലും കെണി പോയി പെടും. അവൻ പേടട്ടെ, അവന് കുറച്ച് അഹങ്കാരം കൂടുതലാ. ഇപ്പൊ രണ്ടും പോയി. ചേച്ചി, ചിലപ്പോ അവരെ കാട്ടിൽ പോയി ഒളിച്ചിരിക്കുന്നുണ്ടാവും. നമുക്ക് അവനെയും പോയി തപ്പിയാലോ? വേണ്ട, അവന് കുറച്ച് കൂടുതലാ. ഞാൻ പോയി തപ്പുക, എനിക്ക് പേടിയാ.
ചേച്ചി, ഞാൻ അവരിവിടെ ഉണ്ടോ നോക്കട്ടെ. നീ വേഗം നോക്കിക്കോ, ഞാൻ വരുന്നില്ല. എൽസ, ഞാൻ ഇവിടുന്ന് ഡാൻസ് കളിക്കാം. നീ എനിക്കുള്ള മാർക്ക് പറഞ്ഞു തരണം. ഓക്കെ? ഓക്കെ. ലോ 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 ലോ. ലോ ലോ. അയ്യോ, എന്നെ രക്ഷിക്കണേ, ഞാൻ കടലിലേക്ക് വീഴാൻ പോണേ. അയ്യോ, ഇനി എന്ത് ചെയ്യും? ഇനി ഒന്നും ചെയ്യാനില്ല, വേഗം മാമീനെ വിളിച്ചോ. ഇന്തോ, ഇന്തോ. എന്താ ചേച്ചി? ഞാനേ പിള്ളിയിൽ തപ്പാതെ വരൂല. അതല്ല, ഇന്റെ മോള് വെള്ളത്തിൽ ചാടി. അയ്യോ, ഇന്തോ വെള്ളത്തിൽ ചാടിയെന്നോ? അതെ. അയ്യോ, എന്റെ മോക്കൊന്നും പറ്റരുതേ. ആരും കാണാനില്ല. ജോസിനും കാണാനില്ല, ബില്ലിനും കാണാനില്ല, പിന്നെ നന്ദുവിനും കാണാനില്ല. എന്റെ മോളപ്പോ ഇപ്പൊ വെള്ളത്തിൽ ചാടിയും ചെയ്തു. അയ്യോ, എന്ത് കഷ്ടം. ആ ശരി ശരി ശരി. നിങ്ങൾ എവിടെയായിരുന്നു മനുഷ്യ ഇത്രയും നേരം? നിങ്ങളുടെ മോളെ വെള്ളത്തിൽ ചാടി കിടക്കുന്നു. എന്ത് വെള്ളത്തിൽ ചാടിയെന്നു? എന്നിട്ട് എന്നെ എന്താ അറിയിക്കാഞ്ഞേ? നിങ്ങൾ തപ്പിയിട്ടാ ഇത്രയും നേരം നോക്കിയിരുന്നേ. നിങ്ങളെ കഴിയുന്നത് ബില്ലിയും പോയി, ബില്ലിന്റെ ഒപ്പം നന്ദും പോയി. ഇപ്പൊ അവരും കാണാനില്ല, ലച്ചുമോള് വെള്ളത്തിലും ചാടി. അയ്യോ, എന്റെ മോക്കൊന്നും പറ്റരുതേ. വേഗം എന്തെങ്കിലും കാട്ടി രക്ഷിക്കാനോ മനുഷ്യ. ഇങ്ങനെയാണ് ഞാൻ ഒറ്റ എടുത്തുചാട്ടം ചാടാ വെള്ളത്തേക്ക്. എന്നിട്ട് നീന്തി കുട്ടീനെ എടുത്തിട്ട് വരാം. ശരി ട്ടോ. എന്തെങ്കിലും കാട്ടി മോളെ രക്ഷിക്കാൻ നോക്ക്. ദൈവമേ കാത്തോളണേ. ചേച്ചി, നിങ്ങൾ പോയിട്ട് നന്ദുവിനെയും ബില്ലിനെയും കണ്ടുപിടിക്കട്ടോ. ശരി. നിന്റെ ബില്ലി ചേട്ടനെ നന്ദു ചേട്ടനൊക്കെ രക്ഷിക്കാനല്ലേ? പൊയ്ക്കോ കേട്ടോ. നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? തോഞ്ഞു പോവായിരുന്നു. അപ്പൊ ഞാൻ പിടിച്ചോണ്ട് അവളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആ ഭാഗത്ത് ചെറിയ കയറ്റം ഉണ്ടായിരുന്നു, അതിൽ കൂടെ എങ്ങനെയൊക്കെയോ കയറി വലിഞ്ഞു വന്നതാ. ഇവര് പിന്നെ അവിടെ ഇങ്ങനെ കല്ലുമ്മേ പാറമ്മേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരെ ഒന്ന് കൂട്ടി പോന്നതാ. അങ്ങനെ. അല്ല, നിങ്ങൾ കിട്ടിയപ്പോ ചേച്ചിനെയും കാണാല, എൽസമോളെയും കാണാല. എന്റെ ദൈവമേ. അവരെ കിട്ടാനാണ് പണി. ഞാൻ ഇപ്പൊ വിളിക്കാം. മമ്മി, എൽസ്, എൽസ്, മമ്മി. ഞാനും. മാമി, എൽസ്, എൽസ്, മാമി. അയ്യോ, എന്റെ ദൈവമേ, എന്റെ ചെവി പൊട്ടുന്നു. അമ്മ അതിൽ ആർക്കലല്ലേ ഇവരാർക്കുന്നേ? എന്തെങ്കിലേ വിളിയേക്കുള്ളൂ മമ്മി. അവരുടെ ചെവിയിലേ ചിലപ്പോ പഞ്ഞി തിരികെ വെച്ചിരിക്കും. അമ്മ ചെവിയാ. ഓ അങ്ങനെ. മമ്മി, അവളെന്നെ വിളിച്ചത് കേട്ടോ, എടാന്ന്. വിളിച്ചെങ്കിലേ കണക്കായി പോയി. സ്വന്തം കയ്യിലിരിപ്പുണ്ടല്ലേ ട്ടാ. മമ്മി, അല്ല, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, കാട്ടിലേക്ക് പോണില്ലേ? എവിടുന്നപ്പോ പൊട്ടി മുളിച്ചു വന്നേ? അല്ല, എനിക്കൊരു സംശയം. ബില്ലി പോയതിനെ കൂടെ എന്തിനാ നന്ദു പോയത്? അതെന്റെ ഫ്രണ്ട് ആയതുകൊണ്ട്. ഫ്രണ്ടും ഫ്രണ്ടൊക്കെ നിർത്തിക്കോ, വേഗം നമുക്ക് പോവാം. ഇനി ഇവിടെ നിന്നാലേ ചിലവരെ മാറത്തേക്ക് പാറിപ്പോവും. അത് നീ എന്നെ ഉദ്ദേശിച്ചിട്ടല്ലേ പറഞ്ഞേ? നിങ്ങൾ ഉദ്ദേശിച്ചിട്ട് തന്നെ. എന്തേ, മുടക്കുണ്ടോ? മുടക്കുണ്ട്. മുടക്കുണ്ടെങ്കിലേ കണക്കായി പോയിട്ടാ. കണക്കേ സ്കൂളില്, വീട്ടിലല്ല. നിങ്ങൾക്ക് വീടാണെങ്കിലേ നിങ്ങൾ കിടന്നിറങ്ങിക്കോ. ഞങ്ങൾക്കൊക്കെ ഇത് ബീച്ചാ, ഞങ്ങൾ പോവാ. പക്കോടി, ഞാൻ അവിടെ കിടന്നോളാം. കൊച്ചു പിള്ളേരെ പോലെ വഴക്കൂടല്ലേ? എന്തുവാ കൊച്ചു പിള്ളേരെ പോലെ അടി കൂടുന്നു? അത് നീ റെഡി തുടങ്ങി ഇന്ദു? തുടങ്ങിയെങ്കിലേ ഇതേ ക്ഷമിക്കാൻ വേണ്ട കേട്ടോ. എന്തെങ്കിലും എത്ര വയസ്സിന് മൂത്തതാ? അച്ഛൻ പിടിച്ചു നിർത്തുന്ന പോലെ ഉണ്ട്. ഇദ്ദേഹത്തിന് എന്നെക്കാൾ എത്ര വയസ്സ് മൂത്തതാണ്? മിണ്ടായിരുന്നോടെ. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് വലിയൊരു സംസാരിക്കുന്നതിന്റെ ഇടയിൽ സംസാരിക്കരുതെന്ന്. അമ്മേന്റെ കണ്ടല്ലേ ഞാനും വളർന്നത്. അമ്മേനല്ലേ വലിയൊരു ഇടയിൽ സംസാരിക്കുന്നത്. എന്തിനാ ഇന്ദു വെറുതെ വടി കൊടുത്ത് അടി മേടിക്കുന്നേ? നിങ്ങൾ വരുന്നുണ്ട് വന്നോ? എത്ര നേരം നിൽക്കുന്നു? ഞങ്ങൾ വീട്ടിൽ പോവാ. ഒയ്യോ, അവര് പോയി. മക്കളെ വന്നേ. മനുഷ്യ, നിങ്ങൾ വേണമെങ്കിൽ വന്നോ. ചേട്ടന്മാരെ വാ, അമ്മയും പോയി. മാമന് വേണമെങ്കി വന്നോട്ടോ. അയ്യോ, എല്ലാവരും പോയി. ചിലപ്പോ അവരെന്നെ ദേഷ്യത്തിന് എന്നെ കൂട്ടാതെ പോയാലോ? വേഗം പോവാ. ഞാനുണ്ട്. മക്കളെ അവിടെ ഇരിക്കട്ടോ. മമ്മി പോയിട്ട് എല്ലാവർക്കും കോഫി ഇട്ടോണ്ട് വരാട്ടോ. നിങ്ങൾ TV റൂമിൽ ഇരിക്കോ? വേണ്ട, നമുക്ക് ക്രിസ്മസ് റൂമിൽ ഇരിക്കാം.
അത് ഞാൻ പറഞ്ഞത് നല്ലൊരു ഐഡിയ കേട്ടോ. എന്നാ നിങ്ങൾ എല്ലാവരും പോയിട്ട് അവിടെ ഇരുന്നട്ടോ. അപ്പത്തേക്ക് മാമിയെ കൊണ്ടുവരാവേ. എന്ത് കൊണ്ടുവരാ? എന്താ നമുക്കൊക്കെ വേണ്ടേ? ബൂസ്റ്റ്. എടാ പൊട്ടാ, ബൂസ്റ്റ് ഒന്നും ഇമ്മാതിരി ചുടത്താരും കുടിക്കൂല. വേഗം പറ മക്കളെ, മാമിക്ക് പോയി ഉണ്ടാക്കാനാ. ഈ ചേട്ടന്മാർക്ക് ആർക്കും മതിയില്ല, ഞങ്ങൾ പറയാം. മാമി നാരങ്ങ വെള്ളം മതി. എല്ലാവർക്കും ഉറപ്പായോ? ആ മമ്മി, എല്ലാവർക്കും ഉറപ്പായി. എനിക്ക് ഉറപ്പായി. എനിക്ക് ഉറപ്പായി. എടാ, എന്താ മമ്മി നാരങ്ങ വെള്ളം കൊണ്ടുവരാത്തെ? എന്തു അവരൊക്കെ എവിടെ പോയിക്കാ? അതോ അവരൊക്കെ കുളിച്ച് ഡ്രസ് മാറാൻ പോയിക്ക. ഇമ്മൊരു മയത്താണോ ഒരു ഡ്രസ് മാറാൻ പോയിക്കുന്നത്? എന്തു എന്നാ നീയും പോയി കുളിച്ച് മാറ്റിക്കട്ടോ. ഇല്ല, അല്ലെങ്കിൽ തന്നെ തണുത്ത് വിറച്ച് നിക്കുക. അപ്പഴേ ഇന്ന് കുളിക്കാൻ പോന്ന്. കുളിച്ചിട്ടില്ലെങ്കിൽ മേലെങ്കിലും ചെയ്യട്ടോ. വേഗം ചെല്ല്. ആര് ഫോൺ വിളിക്കുന്നത്? ഹലോ, ആ ടീച്ചറാണോ? ഓ മീറ്റിങ്ങോ? ഓ ശരി ശരി. ചേച്ചി ചേച്ചി, എന്താ എന്തോ ലച്ചുവിനെ എഴുതാനും കൂടി കൂട്ടിക്കേടായിരുന്നോ? ഓ എന്നാ ഞാനവരെ വിളിക്കാട്ടോ. എന്നാ വിളിക്ക്. എൽസ, ലച്ചു, എൽസ. എന്താ മമ്മി? അതെന്നെ, എന്താ മമ്മി? എനിക്കറിയില്ല, നിന്റെ മമ്മിയാ എന്നെ വിളിച്ച്. നിങ്ങളെ വിളിക്കാൻ പറഞ്ഞപ്പോ ഞാൻ നിങ്ങളെ വിളിച്ചു. മമ്മി വേഗം കാര്യം പറ, ഞങ്ങൾക്ക് കളിക്കണം. ഓ അപ്പൊ കുളിക്കാനൊന്നല്ലേ പോയത്, കളിക്കാനല്ലേ? മമ്മി വേഗം കാര്യം പറ. എന്താ വെച്ച് പറയണ്ടു? പറയാം. മക്കൾക്ക് സ്കൂളിൽ ബുക്കൊക്കെ തരുന്നുണ്ടത്തെ. മീറ്റിംഗ് ആണല്ലോ. ഓ മീറ്റിംഗ് ആണോ? ശരി മമ്മി, ഞങ്ങൾ പോവാട്ടോ. ഇപ്പൊ വരാവേ. അതെ ഇപ്പൊ വരാട്ടോ. എന്താ ലച്ചു, അമ്മേ ഇനി ബീച്ചിക്കോ ഊട്ടിക്കോ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടാവും. ഓ അവരെ വിദ്യാഭ്യാസം നമ്മൾക്ക് നടക്കൂലല്ലേ ലച്ചു? അതല്ലേ. മമ്മി മമ്മി. എന്താ മോനെ? എന്റെ ഫ്രണ്ട് റിഷാലിന്റെ വീട്ടിലെ പെരുന്നാളാണ്. അപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പോവാട്ടോ മമ്മി. പോണതൊക്കെ കൊള്ളാം, നേരത്തെ എത്തിക്കോണം. നിങ്ങൾ കുറച്ചു കിടന്നോ കട്ടില്. കുസൃതി ഒന്നും ഒപ്പിക്കരുത് കേട്ടോ. ശരി മമ്മി. ഞങ്ങളെ കിടക്കുന്നില്ല, ഞങ്ങൾ ഇരിക്കുന്നുള്ളൂ. എന്തെങ്കിലും ചെയ്യും, ഞങ്ങൾ പോവാ. ഒരു കാര്യം പറയാനുണ്ട്, എല്ലാരും മാറ്റിക്കേട്ടോ. പോണ്ടേ? ഞങ്ങൾ മാറ്റൂല, ഈ ഡ്രസ് തന്നെ ഇട്ടുള്ളൂ. ഞങ്ങൾ മാറ്റുന്നില്ല, ഞങ്ങൾ ഈ ഡ്രസ് തന്നെ ഇട്ടോളാം. എന്നാ ശരി, അതിലിട്ടു പോവാ. അപ്പൊ ചേട്ടന്മാരുടെ കാര്യം മേടിക്കാം. ചേട്ടന്മാരുടെ ഞങ്ങൾ മേടിച്ചോളാം, നിങ്ങൾ വന്നേ. ശരി ചേച്ചി. എന്നിപ്പോ ഒരു സ്കൂൾക്ക് ഒരു മടിയും കാണിച്ചിട്ടില്ലല്ലോ. അതെന്താ, ഞാൻ വിശദമായിട്ട് പറയാം. എന്താന്ന് വെച്ചാൽ അന്ന് നമ്മൾ അവരെ ബീച്ചിൽ കൊണ്ടുപോയില്ലേ സ്കൂൾക്ക് പോവാണെന്നും പറഞ്ഞ്. അതുകൊണ്ട് തന്നെ അവര് ഇന്നും വിചാരിച്ച് ഊട്ടിക്കോ മൈസൂരിക്കോ അങ്ങോട്ടേലും പോകുന്ന ഒറ്റ ചിന്താഗത. സ്കൂൾക്ക് തന്നെ വന്നേക്കണേ. കണ്ടു കണ്ടു. മക്കളെ നിങ്ങൾ അവിടെ നിൽക്കിട്ടോ, നിങ്ങൾ വരി നിൽക്കട്ടെ. ടീച്ചറെ, എത്ര ബുക്കുണ്ട്? ചെറിയവർക്ക് 8, വലിയവർക്ക് 12. അയ്യോ, ഇത്ര ബുക്കൊക്കെ എത്ര എങ്ങനെ കൊണ്ടുപോകും? കോട്ട വിളിക്കാം. എത്ര ബുക്കുണ്ട് ചേച്ചി? മൊത്തത്തില് 38 ബുക്കാണ്. അത്ര 38 ബുക്കോ? വില ഓട്ടോയും വിളിക്കാം. ടീച്ചറെ ബുക്ക് എങ്ങോട്ടും പോയില്ലല്ലേ ചേച്ചു? എങ്ങോട്ടും പോയില്ല. ഞാൻ വിചാരിച്ചു നീ പറഞ്ഞ പോലെ തന്നെ വല്ല ഊട്ടിക്കോ മൈസൂർക്കോ എങ്ങോട്ടെങ്കിലും പോകുന്നു. ശരിയാ. ആരോ ഫോൺ വെക്കുന്നുണ്ട്. ഹലോ, ചേട്ടാ, എന്റെ നമ്പർ മാറി വിളിച്ചേ. അയ്യോ, എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുമായിരുന്നു. എന്നാ ശരി. എന്താ ചേച്ചി? എടി, കുട്ടികൾ സ്കൂൾ നാളെ തുറക്കല്ലേ, ആ കാര്യം ഞാൻ പറ്റ മറന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലേ. അപ്പൊ അതിനെന്താ? അതിന് വീട്ടിലേക്ക് പോണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കുട്ടികൾ തുറക്കുമ്പോ ഇനി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോണ്ടേ. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് മേടിക്കാന്ന് വിചാരിച്ചിരുന്നു. എല്ലാവർക്കും ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോയി മേടിക്കാന്നാ വിചാരിച്ചിരുന്നത്. ഇനിയിപ്പോ പോണ സ്ഥിതിക്ക് ഏതായാലും അവിടുന്ന് മേടിക്കാം. ശരിയാ. പക്ഷെ ഇന്ന് തന്നെ പോണോ? നാളെ ഒരു ദിവസം ലീവായാലും സ്കൂൾ തുറക്കണ ദിവസം
അങ്ങനെ വല്ലാതെ ഒന്നും ഉണ്ടാവില്ലല്ലോ പരിപാടി. അങ്ങനെ എഴുതാനും വായിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ അധികം. ആര് പറഞ്ഞു? ഇവര് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആയതുകൊണ്ടേ ഫസ്റ്റ് തന്നെ എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ടാവും. ഷോ, വല്ലാത്ത കഷ്ടമായി ചേച്ചി. മമ്മി ആരെ വിളിച്ചേ? നിന്റെ പപ്പ. എന്നിട്ട് എന്താ പറഞ്ഞേ? വീട്ടിലേക്ക് പോണോന്ന് പറഞ്ഞു. മമ്മി ഇങ്ങനെ പോണോ വീട്ടിലേക്ക്? പോണം. നാളെ സ്കൂള് തുറക്കാ. നീ എന്തിനാ എൽസ പോകുന്നേ? നാളെ സ്കൂള് തുറക്കാണല്ലോ. മമ്മി സ്കൂൾക്ക് പോകണ്ട. മമ്മിക്ക് വിഷമുണ്ടടാ. ഏതായാലും നാളെ സ്കൂള് തുറക്കല്ലേ, ഇവൾക്ക് എങ്ങനെ വന്നാലും പോകണ്ടല്ലേ. ലച്ചു പെണങ്ങു. ലച്ചു പോവാ. ലച്ചു അവിടെ നിക്ക്. ഇല്ല, മുറ്റത്ത് ഓണാക്കുന്നുണ്ട്. വേഗം വന്നോ. എന്നിട്ട് വാ. ബൈ. മമ്മി അവരൊക്കെ എവിടെ? അവരൊക്കെ അവരുടെ വീട്ടിൽ പോയി. ഇപ്പൊ തന്നെ പോയോ? നാളെ സ്കൂൾ തുറക്കല്ലേ മോനെ, അതുകൊണ്ടാ. ഈ പിള്ളേർക്കൊക്കെ കാര്യം. വല്ലാത്ത ക്ഷീണം. ഇതാരും